കൊച്ചിയിൽ വൻ ലഹരി വേട്ട. എളമക്കരയിൽ നിന്നും ആലുവയിൽ നിന്നും MDMA-യുമായി 2 പേരെ പിടികൂടി. എളമക്കര സ്വദേശി മുഹമ്മദ് നിഷാദിൽ നിന്ന് 1/2 കിലോ MDMA-യാണ് പിടിച്ചെടുത്തത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്താണ് ഈ സംഭവം? സജിത്ത്, എളമക്കരയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ് ഈ മുഹമ്മദ് നിഷാദ്. പൊന്നാനി സ്വദേശിയാണ്. ഇയാൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ വീട്ടിൽ തന്നെ വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. ആലുവയിൽ കുടിവെള്ളത്തിന്റെ ബിസിനസ് നടത്തുകയാണ് എന്നാണ് വീട്ടുടമയ്ക്കും മറ്റ് ചുറ്റുവട്ടമുള്ള ആളുകൾക്കും അയാളെ പറ്റി അറിയാവുന്നത് അത് മാത്രമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നേരത്തെ തന്നെ കൊച്ചിയിലുണ്ടായ വിവിധ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിൽ നിന്നും പ്രതികളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് നിഷാദിലേക്ക് പോലീസും ഡാൻസർ സംഘവും എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞായറാഴ്ച പുലർച്ചെയാണ് രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളുടെ ബാഗിൽ നിന്നുമാണ് 509 ഗ്രാം MDMA, അതായത് വിപണി വില ഒരു 20 ലക്ഷത്തിലധികം വരുമെന്നാണ് പോലീസ് പറയുന്നത്. ഡിമാൻഡ് അനുസരിച്ച് 4000 മുതൽ 6000 രൂപ വരെ ഇവർ ആ ഒരു ഗ്രാമിന് വിൽക്കാറുണ്ട് എന്നുമാണ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതേസമയം ഈ നിഷാദുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആലുവയിലുള്ള ഒച്ചന്തുരുത്തിലെ പിടിയിലായുള്ള ഷാജി എന്ന ആളും ഇയാളുമായി ബന്ധമുള്ള ആളാണ് എന്നാണ് പോലീസിന് എന്നൊരു സംശയം കൂടി പോലീസിനുണ്ട്. ഈ ഒച്ചന്തുരുത്തിൽ നിന്ന് പിടിയിലായ ഷാജിയുടെ കയ്യിൽ 47 ഗ്രാം MDMA ആണ് അദ്ദേഹത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് ഈ ഷാജിയും പിടിയിലാവുന്നുണ്ട്. എന്തായാലും ഇയാൾ നിഷാദ് ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ട്, അതായത് ഇത്ര വലിയ ഒരു അളവ് MDMA കയ്യിൽ സൂക്ഷിക്കണമെങ്കിൽ അത് കച്ചവടത്തിന് ഉപയോഗിക്കാനാണെന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ആർക്കൊക്കെ സ്ഥിരമായി വിതരണം ചെയ്യുന്ന ആളുകളുണ്ടോ, ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി പോലീസ് കടക്കുന്നുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അത് മാത്രമല്ല, ഫെബ്രുവരിയിൽ കസ്റ്റഡിയിലെടുത്തിട്ട് സത്താർ എന്ന് പറയുന്ന ആളുടെ വീടും അതുപോലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, അയാളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ജപ്തി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കണ്ടുകെട്ടുന്ന നീക്കത്തിലേക്ക് പോലീസ് നീങ്ങിയിട്ടുണ്ട്. 6 വർഷത്തിനുള്ളിൽ സമ്പാദിച്ചതെല്ലാം ലഹരി കേസിൽ പിടിയിലായാൽ കണ്ടുകെട്ടുന്ന നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസ്. ഇത് ലഹരി മാഫിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എന്നുകൂടിയാണ് നാർക്കോട്ടിക് സെൽ ACP നമ്മളോട് വ്യക്തമാക്കിയത്. അങ്ങനെയാണ്. എന്തായാലും ഈ ഫെബ്രുവരി 16 പിടികൂടിയ സത്താറിന്റെ കയ്യിൽ നിന്ന് 750 ഗ്രാം MDMA ആയിരുന്നു പിടികൂടിയത്. ഇപ്പോൾ തന്നെ ഈ 500 ഗ്രാം എന്ന് പറയുന്നതും കൊച്ചിയിലെ വലിയ ലഹരി വേട്ടയിലൊന്നായി മാറിയിരിക്കുകയാണ്. ഇത്ര വലിയ എമൗണ്ട് അളവ് MDMA കയ്യിൽ സൂക്ഷിക്കുന്നത് തന്നെ ഇയാൾ ഒരു വലിയ ശൃംഖലയുമായി ബന്ധപ്പെട്ട ആളാണെന്നുള്ള സൂചനകളാണ് നൽകുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സജിത്ത്, കൊച്ചിയിൽ 1/2 കിലോ MDMA പിടികൂടിയെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ്. കൊച്ചി ലഹരിയുടെ കേന്ദ്രമാണ്. നിരവധി പരിശോധനകൾ നടക്കുകയാണ്. ഇന്നലെ ഈ പരിശോധനയ്ക്കിടയിലാണ് കോടിക്കണക്കിന് രൂപ ഓട്ടോറിക്ഷയിൽ നിന്നും പിടികൂടിയത്. ഈ D-ഹണ്ടുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കിടയിലാണ്. എന്തായാലും പരിശോധനകൾ നടക്കുകയാണ്. ഇന്ന് MDMA ആണ്, വൻതോതിലുള്ള MDMA ആണ് പിടികൂടിയത്.